ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേണ്ടേ ആളിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇപ്പം സെറ്റായി. ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഞ്ചേകാലായിട്ട്. ഇപ്പൊ വേണ്ട ഇവിടെ എല്ലാ സാധനവും നേരത്തെ ഞങ്ങള് ചിങ്ങോലിൽ നിന്ന് വന്നപ്പോഴേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടി അതുപോലെ തന്നെ അവിടെ ഒരു മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് വീണ്ടും എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് ഇറങ്ങുവാണ്. അവിടെ ചേട്ടന്മാരൊക്കെ ഇവിടെ സെറ്റാണ്. ചേട്ടന്മാര് സെറ്റല്ലേ? സെറ്റ്. ചേച്ചി ഇവിടെ സെറ്റാണ്. അവരെ 3 പേരെ അവിടെ പ്രയാറ്റ് വിട്ടിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇപ്പൊ ശരിയാണ്. ചേച്ചി കണ്ട മുകളിലെല്ലാം റെഡിയാക്കാൻ പോയേക്കുമായിരുന്നു. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം മാളൂസ് എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ആൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കിട്ടിയ ടൈം കൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ചുപേരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ദാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങള് കാർ എടുത്ത് ഇറങ്ങി. ഞങ്ങൾ അവിടെ എത്തി ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സിന്ധു കുഞ്ഞമ്മയും ദേവൂസും അവിടെ എത്തി കേട്ടോ. അവരിവിടെ അടുത്ത് തന്നെ ദേവൂസിന്റെ അച്ഛന്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉഷ കുഞ്ഞമ്മയും അവരെല്ലാരും എത്തി. അപ്പൊ എല്ലാരോടും ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അവള് ലേബർ റൂമിലോട്ട് പോവാ. നല്ല ടെൻഷനുണ്ട്. നേരെ ആദ്യത്തേനെ പോലല്ല, അത്യാവശ്യം കൈയൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാരും സമാധാനിപ്പിച്ച് കയറ്റി വിട്ടു. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പിന്നെ മീനു അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സായിട്ട് വർക്ക് ചെയ്യുക, അവളുടെ അനിയത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അവൾ അകത്ത് തന്നെ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ അപ്ഡേഷനും അവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. അപ്പൊ എണ്ണം പറഞ്ഞ് ഞങ്ങൾ ഒരു 8ഓളം ആൾക്കാർ ലേബർ റൂമിന് മുമ്പിൽ കട്ട വെയിറ്റിംഗ് ആണ്. ഉണ്ണിക്കുട്ടന്, ചിങ്ങോലിന്ന് അച്ഛന്, അമ്മ, സിന്ധു കുഞ്ഞമ്മ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, ദച്ചൂസിന് ഒരു അനിയത്തിവാവ വന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. സിസ്റ്റർ കുഞ്ഞുവാവയെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തു. നല്ല അമ്പോറ്റിയ ഒരു കുഞ്ഞുവാവ. എല്ലാവർക്കും കണ്ടു മതിയായില്ല കേട്ടോ. കുഞ്ഞുവാവയെ കൊണ്ടുവന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ മാളൂസും വന്നു. മാളൂന് ദച്ചുവിനെ കാണാഞ്ഞു വയ്യായിരുന്നു. അവനാണെങ്കിൽ അമ്മ എന്തേ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾ അവളെ റൂമിലേക്ക് കൊണ്ടുവന്നു. സിസ്റ്റർ ആണെങ്കിൽ അവൾക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് മറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ട് പോയി. ഞങ്ങളും ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബൈ പറഞ്ഞ് ഇറങ്ങി. അവളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ ആദ്യം കൊണ്ടുവന്നു, പിന്നെ അവളെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങള് ഇത്രയും പേര് നേരെ അതിനോട്ടിട്ട് പോവാണ്. അപ്പം എന്തോ അവിടെ കുഞ്ഞമ്മയും ഉഷാമ്മയും ഉണ്ട്. അപ്പം ഇപ്പൊ സമയം എത്രയായി? 12:30. ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോവാണ്. എല്ലാം കൺഫ്യൂഷൻ ആപ്പാട്. എല്ലാരും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തേ, ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ ബൈ.